ശ്രീ സുരേഷ് കുമാർ, ദേവസ്വം വിജിലൻസ് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ 2017 കൊടിമരം സംബന്ധിച്ച റിപ്പോർട്ട് കൊടുത്തത്. അതിൽ ചില ക്രമക്കേടുകളെക്കുറിച്ച്, അതല്ലെങ്കിൽ നിയമപ്രകാരം അല്ലാതെ നടന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനയുണ്ട്. പക്ഷേ അതുകൊണ്ട് അന്നത്തെ ബോർഡിനെ കുറ്റപ്പെടുത്തുന്നില്ല. അന്ന് ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷണർ അവിടെ ഉണ്ടായിരുന്നു. ഈ അഭിഭാഷക കമ്മീഷണറാണ് അവിടെ സകലതിനും മേൽനോട്ടം വഹിക്കുകയും സകല കാര്യങ്ങളുടെയും കാര്യക്കാരനായി പ്രവർത്തിക്കുകയും ചെയ്തത്. അതുകൊണ്ട് അന്വേഷിക്കുന്നത് വിജിലൻസ് ആണെങ്കിലും അന്നത്തെ കോൺഗ്രസ്സുകാരുടെ തലയിലിടാം എന്ന് വിചാരിച്ചാൽ നടക്കില്ലല്ലോ. അല്ല, അന്നത്തെ കോൺഗ്രസ്സുകാരുടെ തലയിലിടുന്നതല്ലല്ലോ. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകിയവർ എങ്ങനെയാണോ ഉത്തരവാദികളാകുന്നത്, അതിനേക്കാൾ ഗൗരവതരമായ രീതിയിൽ ഈ കേസിൽ അവർ ഉത്തരവാദികളാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനകത്ത് ഒട്ടേറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ സ്വർണ്ണ കൊടിമരം ഇളക്കി മാറ്റുന്നതിന് വേണ്ടി തീരുമാനിച്ച ആ തീരുമാനം അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഈ പറയുന്ന നിലയിലാണെങ്കിൽ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ദേവസ്വം ബോർഡിനടക്കമുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് വസ്തുതയാണ്, ഫാക്റ്റാണ്. ദേവസ്വം മന്ത്രിയല്ല, ദേവപ്രശ്നമാണ്. ദേവപ്രശ്നത്തിൽ കൊടിമരം ദുർബലമാണെന്ന് കണ്ടു, പുതിയ കൊടിമരത്തിന് ശുപാർശ കൊടുത്തു. അങ്ങനെ തന്ത്രിയുടെ അനുജ്ഞ വാങ്ങി ഈ അഭിഭാഷക കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ASP കുറുപ്പിന്റെ മുൻകൈയിൽ പുതിയ കൊടിമരം സ്ഥാപിച്ചു. ഇതാണ് സംഭവിച്ചത്. ദേവസ്വം മന്ത്രി എന്ത് ചെയ്യാനാ? അതെ, ആ ക്രിമിനൽ കോൺസ്പിറസിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനാണ് പ്രാഥമിക അന്വേഷണം നടത്തി 30 ദിവസത്തിനകത്ത് റിപ്പോർട്ട് ഫയൽ ചെയ്യണമെന്നാണ് ഇന്നലെ ഇപ്പോൾ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണത്തിനകത്ത് വളരെ വ്യക്തമായി വരേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഈ കൊടിമരം ഇളക്കി മാറ്റി സ്ഥാപിക്കൽ മാത്രമല്ല, ഈ കൊടിമരത്തിന് വേണ്ടി ആവശ്യം വേണ്ടുന്ന സ്വർണം എങ്ങനെ സമാഹരിച്ചു, അത് കൃത്യമായി പറയുന്നുണ്ട്. കസ്റ്റംസിൽ നിന്നും സ്വർണം വാങ്ങുകയുണ്ടായി, കിലോ കണക്കിന് സ്വർണം വാങ്ങി. ഭക്തരും സെലിബ്രിറ്റീസും അതുപോലെ തന്നെ വിശ്വാസികളായിട്ടുള്ള സമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട്, ഇങ്ങനെ സഹായിക്കാൻ കഴിയുന്ന ആളുകൾ, അവരിൽ നിന്നും സ്വർണം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വിരോധാഭാസം എന്താണെന്ന് അറിയാമോ? അവരിൽ നിന്നും കളക്ട് ചെയ്ത സ്വർണം അങ്ങനെ കളക്ട് ചെയ്യപ്പെടുമ്പോൾ 3A ഫാറം സീല് വെച്ച രസീതിൽ അത് കൃത്യമായി രസീത് നൽകണം. ആ രസീത് നൽകിയിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട ആ കാര്യം. ചോദിക്കുമ്പോഴാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള ശ്രീ അജയ് തറയിൽ, കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്, അദ്ദേഹം ഉരുണ്ട് കളിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് മറുപടികൾ വരാൻ സാധ്യതയുണ്ട്, ഞാനത് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഉരുണ്ട് കളിച്ചാൽ കോൺഗ്രസിനും അന്നത്തെ ദേവസ്വം ബോർഡിനും ഉള്ള പങ്കാളിത്തം ഇല്ലാതാകുന്നില്ല എന്നുകൂടി തുടക്കത്തിലേ തന്നെ ഞാൻ പറയാൻ വേണ്ടി തയ്യാറാകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ റെസിപ്റ്റിൻ്റെ നമ്മൾ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് ആരൊക്കെ സ്വർണം കൊടുത്തു, ആരൊക്കെ നൽകിയ സ്വർണം എടുത്തിട്ടുണ്ട്, ഇത് എത്ര കിലോ സ്വർണം വന്നിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അളവുകോൽ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ തെളിവുകളും അവശേഷിക്കാതെയാണ് അവരെന്നാ കാര്യം ചെയ്തിരിക്കുന്നത് എന്നതുകൂടി നാം ഇതിനകത്ത് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇവിടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ പെടാൻ പോകുന്നത് ആ കാര്യമാണ്. അത് ചോദിക്കുമ്പോൾ അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീ അജയ് തറയിലിനെ പോലുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾ വളരെ കൃത്യമായി ഈ കാര്യത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട്, വിശ്വാസി സമൂഹത്തോട് മറുപടി പറയാൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്.